ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കുന്നതിനെയൊക്കെ കാട്ടി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ടൊരു കടായിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മളിപ്പോൾ എന്താണിന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ വെച്ചിട്ടുള്ള ഒരു നൂഡിൽസാണ്. അപ്പോൾ ഇതാ സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരുപാടൊന്നും ഇതിൻ്റെ കളർ മാറി വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചേറെ തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിക്ക് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ എല്ലാം വേറിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ഇനി ഇതൊരു സ്റ്റെയിനറിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം മുഴുവനായും ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. നിങ്ങൾക്കിപ്പോൾ 2 മുട്ടയ്ക്ക് പകരം 3 മുട്ട വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ചിക്കി തോത്തി എടുത്താൽ മതി. ഇത് മുട്ടയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു കടായിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണേലും ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു കളർ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൻ്റെ പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് നമ്മൾ വെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാളയും നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. ഇതിപ്പോൾ സവാളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. കണ്ടോ? ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കാതാണ് ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ നമ്മളിത് രണ്ടാമത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഇത് കഴുകിയെടുക്കണം. ഇപ്പം നമുക്ക് വളരെ സിമ്പിളല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്നും കുട്ടികൾക്കൊക്കെ നൂഡിൽസ് വാങ്ങി കൊടുക്കാതെ ഇതുപോലെയൊക്കെ അവർക്ക് ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് വേണേൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്ത് വേണേലും ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കാനും മറക്കരുത്. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്